ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. ഇനി വരാൻ പോകുന്ന നമ്മുടെ LDC, LGS പോലെയുള്ള എക്സാമുകളിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ക്വസ്റ്റ്യൻ കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള കുറച്ച് ടേംസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ലൈഫ് സയൻസ്, ബയോളജി ഭാഗത്ത് നമ്മൾ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മാറിപ്പോവും. എങ്ങനെ പഠിച്ചാലും സെറ്റാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ ചില വേർഡ്സുകളുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്ന ആമാശയ രസത്തിലെ രാസാഗ്നി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പം പ്രോട്ടീന്റെ ദഹനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ദഹന വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ധാന്യകത്തിന്റെ ദഹനവും പ്രോട്ടീന്റെ ദഹനവും കൊഴുപ്പിന്റെ ദഹനവും ഒക്കെ പഠിക്കുന്നുണ്ട്. പ്രോട്ടീന്റെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോട്ടീനെ പിടിച്ച് പെപ്റ്റോണുകൾ എന്ന് പറയുന്ന ചെറിയ രൂപത്തിലാക്കി മാറ്റുന്ന ആമാശയ രസത്തിലെ രാസാഗ്നി. അപ്പൊ അത് എവിടെയുള്ളതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എങ്ങനെയാണ്: ട്രിപ്സിൻ ഉണ്ട്, പെപ്സിൻ, ദെൻ HCl, ദാറ്റ് ഇസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ശ്ലേഷ്മം. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? എങ്ങനെ പഠിച്ചാലും ചിലർക്ക് ഇതങ്ങ് മാറിപ്പോകും. ആമാശയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാശയത്തിനകത്ത് ദഹനത്തിന് സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ആമാശയ രസം. ഓക്കെ, അതിൽ രാസാഗ്നികൾ ഉണ്ട്, അതേപോലെ ആസിഡ് ഉണ്ട് അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഉണ്ട്, ശ്ലേഷ്മം ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ പറയുന്ന പേരാണെന്ത്? ആമാശയരസം. അപ്പൊ ഇതിലാരാണ് പ്രോട്ടീനെ പിടിച്ച് പെപ്റ്റോൺ ആക്കാൻ സഹായിക്കുന്നത് ചോദിച്ചാൽ ആൻസർ എന്താ വരിക? ഒന്നുകിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം, പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് പക്ഷെ മാംസ്യം എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടാതെ പോലെ. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പാത്ത് എന്ന് പറയുന്ന അക്ഷരത്തിൽ തന്നെ തുടങ്ങുന്ന ഒരാളാണ് സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി പെപ്സിൻ ഉറപ്പിക്കാം അല്ലെ. പക്ഷെ അത് പിന്നെ അങ്ങോട്ട് പഠിക്കുമ്പോൾ ട്രിപ്സിൻ കേൾക്കും, അതാണ് ഇതാണെന്നൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ പെപ്സി ഒക്കെ നമ്മൾ കേൾക്കുന്നില്ലേ, പെപ്സിയും കൊക്കക്കോളയൊക്കെ. അപ്പൊ തൽക്കാലം പെപ്സി ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആദ്യം എത്തുന്നത് ആമാശയത്തിലല്ലേ അല്ലെ. അപ്പൊ പെപ്സി ആണെങ്കിൽ ആദ്യം ആമാശയത്തിൽ എത്തിയിട്ടാണ് പിന്നെ അതിൽ നിന്ന് പുറത്തു പോകുമ്പം ഈ നമ്മളിനി ട്രിപ്സിൻ വരേണ്ട ഭാഗവും ആഗ്നേയ രസവും ഇങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ എന്തായാലും പോകുള്ളൂ. അപ്പൊ പെപ്സി ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഇറങ്ങി എവിടെ എത്തുക? ഈ തന്നയിൽ നോക്കുമ്പം ആമാശയത്തിലാണ്. ഓക്കെ, അപ്പൊ ആമാശയ രസത്തിലുള്ളതാണ് ഏത്? പെപ്സിൻ. അപ്പം എന്ന് പറയുമ്പം പ്രോട്ടീൻ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പ്രോട്ടീന് മലയാളം പക്ഷെ മാംസം എന്നാണ് ചോദിച്ചതെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ പെപ്സിൻ ആണ് ഇവിടെ സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ കണ്ടാല് ഇവിടെ നോക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ എന്താണ്? ആമാശയത്തിനെ തന്നെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കും. ആമാശയത്തിലെ എന്താണ്? ആസിഡ് ആണ് അല്ലെ, ആസിഡ് ആണ്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl എന്ന് നമ്മൾ പറയുന്നത്. ഇനി ശ്ലേഷ്മം എന്താണ്? ആമാശയത്തിൽ തന്നെ കാണപ്പെടുന്ന ഈ ആസിഡിൽ നിന്നും എൻസൈമുകളിൽ നിന്നൊക്കെ നമ്മൾ ആമാശയഭിത്തിനെ സംരക്ഷിക്കുന്ന വഴുവഴുപ്പുള്ള സാധനമാണ് എന്ത് അല്ലെ? ശ്ലേഷ്മം. അപ്പൊ സംരക്ഷണ പാളിയായിട്ട് സംരക്ഷണം തരുന്ന വഴുവഴുപ്പുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ. ഇനി ട്രിപ്സിൻ എന്താ? പെപ്സിൻ പോലെ ഉണ്ട് അല്ലെ. പേര് കേൾക്കുമ്പോൾ പെപ്സിന്റെ കസിനാന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പേരാണ് ഇത് ട്രിപ്സിൻ എന്ന് പറഞ്ഞാൽ. ട്രിപ്സിൻ പക്ഷേ എവിടെയുള്ളതാണ്? ആമാശയ രസത്തിലല്ല, ആമാശയത്തിന് പുറത്ത് ആഗ്നേയ രസത്തിലും കാണപ്പെടുന്നതാണ്. ഓക്കെ, എവിടെയാണ്? ആഗ്നേയ രസത്തിൽ കാണപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ ആമാശയത്തിൽ നിന്ന് പുറത്തിറങ്ങണം. എന്നിട്ട് ചെറുകുടൽ എന്ന് പറയുന്ന ഭാഗത്തിന്റെ തുടക്കത്തിലുള്ള ഭാഗത്തേക്കൊക്കെ എത്തുമ്പം അവിടെയാണ് നമ്മൾ ട്രിപ്സിനെ കാണാൻ പറ്റുക. ഇത് മറക്കരുത്. ഇതിന് ആൻസർ എന്താണ്? പെപ്സിൻ ആണ്. ആമാശയത്തിൽ കാണപ്പെടുന്നത് പെപ്സിൻ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താ അവിടെ നോക്കിക്കോ. നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആമാശയ രസം കാണിച്ചിട്ടുണ്ട്. ആമാശയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെപ്സിൻ ഇവിടെ കാണാം അല്ലെ. ഇതാ പെപ്സിൻ ഇവിടെ ഉണ്ട്. പെപ്സിൻ ആണ് പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കി മാറ്റുന്നത്. പിന്നെ നമ്മൾ ആമാശയ രസത്തിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ളതാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. ലിപ്പേസ് എന്നെവിടെ പേര് കേട്ടാലും എന്താലോചിക്കുക? ലിപ്പേസ് എന്ന് കേൾക്കുമ്പോൾ ലിപ്പിഡ്, അതേപോലെ കൊഴുപ്പ് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. അത് എവിടെ പേര് കേട്ടാലും ധർമ്മം ഇത് തന്നെയാണ്. കൊഴുപ്പിന്റെ മുകളിൽ തന്നെയാണ് ഇവർ പ്രവർത്തിക്കുക. അപ്പൊ കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്ന ആമാശയ രസത്തിലുള്ള ആളാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്നാ പറയാം. അപ്പൊ ഗ്യാസ്ട്രിക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ അത് ആമാശയത്തിന് കാണിക്കാനാണ് അല്ലെ. ഗ്യാസ്ട്രബിൾ നമുക്ക് എവിടെ ഉണ്ടാകുന്നത്? വൈറലാണ്, ആമാശയത്തിലല്ല ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഗ്യാസ്ട്രിക് എന്നുള്ള വാക്ക് എപ്പോഴും ആമാശയമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. pH ഒക്കെ 1 മുതൽ 3 വരെ pH ഉള്ള അത്യാവശ്യം നല്ല സ്ട്രോങ് ആയ ആസിഡ് തന്നെയാണ്. ഈ സ്ട്രോങ് ആയ ആസിഡ് എന്തിനാ സഹായിക്കുക? ഒന്ന്, ആമാശയത്തിലേക്ക് വരുന്ന ഭക്ഷണത്തിന്റെ കൂടെ വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യുക അല്ലെ.
പിന്നൊരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന എല്ലാ എൻസൈമുകളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ആമാശയത്തിനകത്ത് ഒരു അസിഡിക് ആയിട്ടുള്ള കണ്ടീഷനാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അമ്ലം അല്ലെ, pH 7 കുറഞ്ഞിരിക്കണം. അപ്പൊ അത് സഹായിക്കുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, പിന്നെ ഇത്രയും സ്ട്രോങ് ആയ ആസിഡും എൻസൈമും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആമാശയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാണുന്നതാണ് ആര്? ശ്ലേഷ്മം. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിനെ സംരക്ഷിക്കുക. അപ്പൊ നമ്മൾ ആമാശയ ഭിത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഈ വഴുവഴുപ്പുള്ള മ്യൂക്കസ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന, മലയാളത്തിൽ നമ്മൾ ശ്ലേഷ്മം എന്ന് പറയുന്ന വഴുവഴുപ്പുള്ള ഒരു കാര്യം കൊണ്ട് ആമാശയ ഭിത്തിനൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനുള്ളിലുള്ള ആമാശയ രസങ്ങൾക്ക് ആമാശയ ഭിത്തിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് നിന്ന് ഒഴിവാക്കാൻ പറ്റും, നമ്മളെ ഭിത്തിനെ സംരക്ഷിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിനുള്ള ആളാണ് ഇത് ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? അപ്പൊ ആമാശയ രസം പെപ്സിൻ എന്ന് ആലോചിച്ച് വെക്കുക, മറക്കരുത്. ഇനി അടുത്ത അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഇനി ആൻസർ ചെയ്യാൻ പറ്റും. ആഗ്നേയ രസത്തിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. ആഗ്നേയ രസത്തിൽ പെടാത്തവ. ആമാശയ രസത്തിൽ ആരാന്ന് പഠിച്ചു. അപ്പം വേറെ ഒരു സംഭവമാണ് ആഗ്നേയ രസം അല്ലെ. അപ്പം അവിടെ ഉൾപ്പെടാത്തത് ഏതാന്നാണ് നോക്കുന്നത്. അപ്പൊ പാൻക്രിയാസ്, ആഗ്നേയം എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയാറുണ്ട്? പാൻക്രിയാസ് അല്ലെ. അപ്പൊ പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ദഹനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ ആഗ്നേയ രസം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അപ്പൊ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ആഗ്നേയ ഗ്രന്ഥിന്റെ ഇംഗ്ലീഷാണ് അല്ലെ. അപ്പൊ ആഗ്നേയ ഗ്രന്ഥി വരുമ്പം പാൻക്രിയാസ് ആയിട്ട് ബന്ധപ്പെട്ട ഇതെന്തായാലും വരും. പാൻക്രിയാറ്റിക് ലിപ്പേസും വരും എന്നറിയാം അല്ലെ. പെടാത്തവ തെരഞ്ഞെടുക്കാനാണ്. അപ്പം പെപ്സിൻ ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു എവിടെയാണ് വരിക എന്നുള്ളത്. ഇനി ആവശ്യമില്ല. പെപ്സിൻ എവിടെയാണ്? ആമാശയ രസത്തിലാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് മാർക്ക് ചെയ്തേക്കാം? നമുക്ക് പെപ്സിൻ ആണ്. കാരണം പെപ്സിൻ ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. ട്രിപ്സിനും പാൻക്രിയാറ്റിക് അമ്ലേസും പാൻക്രിയാറ്റിക് ലിപ്പേസും ഒക്കെ നമ്മളെ ആഗ്നേയ രസത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഈ ഒരു ചിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനം കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾ പറഞ്ഞു പെപ്സി കുടിച്ചാൽ ആദ്യത്തിന് ആമാശയത്തിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്തായാലും എവിടെ എത്തുള്ളൂ? ഇതാ ഇവിടെയാണ്, ഈ ഭാഗത്താണ് എത്തുക. ഇതാണ് നമ്മളെ ആമാശയം അല്ലെ. സ്റ്റൊമക്ക് അഥവാ ആമാശയം എന്ന് പറയുന്ന ഭാഗം എവിടെയാണ്? ഇവിടെ വരെയാണ്. ഇവിടെ വരെ തീരുവാണ്. ഈ ഒരു ഭാഗം വരെ ആവുമ്പോൾ അത് തീരുവാണ് അല്ലെ. പിന്നെ നോക്കിയേ, പിന്നെ അങ്ങോട്ട് ചെറുകുടൽ തുടങ്ങാണ്. ചെറുകുടൽ തുടങ്ങുമ്പം ചെറുകുടലിന്റെ തുടക്കമാണ് ഇത് എവിടെ എങ്ങനെ. അപ്പൊ ആ തുടക്കം എങ്ങനെയാണ്? ഒരു നല്ല യൂട്ടേൺ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ വളഞ്ഞു വരുന്നത് കാണാം. അപ്പൊ ചെറുകുടലിന്റെ ആദ്യ ഭാഗം ഇങ്ങനെ വളഞ്ഞു കാണുമ്പം അതിന് പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ ഡിയോഡിനം, മലയാളത്തിൽ നമ്മൾ പക്വാശയം എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം, ഈ ഒരു വളഞ്ഞ യു ആകൃതി അല്ലെങ്കിൽ സി ആകൃതിയിൽ വളഞ്ഞു നിൽക്കുന്ന ഭാഗത്തിനാണ് പക്വാശയം എന്ന് പറയാം. ഇവിടെ ഒരു ഗ്രന്ഥീനെ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥീനെ ഇവിടെ കാണാം. ഇതിനുള്ളിലായിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥീന്റെ ഒരു ചിത്രം ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതാ ഈ ഒരു പൊസിഷനിൽ ഇവിടെ നിന്ന് കാണുന്ന ഗ്രന്ഥിയാണ്, ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥീന്റെ പേരാണിത് പാൻക്രിയാസ്. ഓക്കെ, പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി അല്ലെ. ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത് ആഗ്നേയ ഗ്രന്ഥി. ഓക്കെ, അപ്പം ആഹാര സാധനങ്ങള് ഇതാ ആമാശയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നമ്മള് ഈ ഭാഗത്തേക്ക് എത്തുമ്പം, പക്വാശയം എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുമ്പം അവിടെ വെച്ച് ദഹനം നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനാണ് ഈ ആഗ്നേയ ഗ്രന്ഥി എന്തിനുണ്ടാക്കുന്നത്? ആഗ്നേയ രസങ്ങളെ ഉണ്ടാക്കി ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ആഗ്നേയ രസത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചത്. അതേസമയം ഇവിടത്തെ ദഹനത്തിന് സഹായിക്കാൻ ആരും വരും? കരൾ. ഇതേതാ ഭാഗം? ഇത് നമ്മളെ കരളാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായിട്ടുള്ള കരളിന്റെ ചിത്രമാണ് കൊടുത്തത്. കരൾ ഉണ്ടാക്കുന്ന പിത്തരസം അല്ലെ. പിത്തരസത്തിനെ ഇവിടെയാണ് സംഭരിച്ചു വെക്കുക. ഗോൾ ബ്ലാഡർ അഥവാ പിത്താശയം എന്ന് പറയുന്ന ഭാഗത്താണ് പിത്തരസത്തിനെ സംഭരിക്കുന്നത്. പിത്തരസത്തിനെ സംഭരിക്കുക. പിത്തരസം നിർമ്മിക്കുന്നത് ആരാണ്? കരളാണ് നിർമ്മിക്കുക. പക്ഷേ പിത്താശയത്തിലാണ് എന്ത് ചെയ്യുക? അതിന്റെ സംഭരണം എന്നുള്ളത് ആലോചിക്കുക. അപ്പൊ നിർമ്മാണം കരളും സംഭരണം പിത്താശയമാണ് ചെയ്യുക, ഗോൾ ബ്ലാഡറുമാണ് ചെയ്യുക. ആ പിത്തരസവും എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഒഴുകിയതാ, ഇതിനുള്ളിലുള്ള പിത്തരസം ഇവിടെ നിന്ന് ഒഴുകി എങ്ങോട്ട് വരും? ഇതിൽ കൂടെ വന്ന് ഇവിടെ എത്തുന്നു. അപ്പൊ ദഹനത്തിന് സഹായിക്കാൻ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും വരും, ആഗ്നേയ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ആഗ്നേയരസവും വരും. ഇവരെല്ലാവരും പൊതുവായിട്ട് എവിടേക്ക് എത്തുക എന്ന് ചോദിച്ചാൽ നമ്മളെ പക്വാശയം അഥവാ ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗത്താണ് വരുന്നത് അല്ലെ. അപ്പം ഈ ആഗ്നേയ ഗ്രന്ഥി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്ത് നമുക്ക് ആഗ്നേയ രസം എന്ന് പറയാന്ന് പറഞ്ഞു. ഈ ആഗ്നേയ രസത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കിക്കോ. ഏതൊക്കെയാണുള്ളത്? നമുക്ക് പരിചയമുള്ള ആരെങ്കിലും പേരുണ്ടോ? നേരത്തെ ഒക്കെ കണ്ട അല്ലെ, ആ പേര് ഇവിടെ കാണാം. ട്രിപ്സിൻ. ഓക്കെ, ട്രിപ്സിൻ അപ്പം ആഗ്നേയ രസത്തിലുള്ളതാണ്. പെപ്സിൻ എന്ന് പറയും പോലെ തന്നെയല്ലേ ട്രിപ്സ് എന്ന് പറയുമ്പോഴും. പെപ്സിന്റെ ധർമ്മം എന്താ? പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കുക. അപ്പൊ ട്രിപ്സിനും അതേപോലത്തെ പണിയാണ് ചെയ്യുക. ചെറിയൊരു മാറ്റം മാത്രം. പ്രോട്ടീൻ ഒരു മാറ്റമില്ല, പ്രോട്ടീന്റെ ദഹനമാണ്. പ്രോട്ടീനെ പിടിച്ച് പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന ആളാണ് ഇത്
ട്രിപ്സിൻ. ഓക്കെ, പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന ആഗ്നേയ രസത്തിലുള്ളത് ട്രിപ്സിൻ ആണ്. ഓക്കെ, ആമാശയത്തിലുള്ളത് ഏതാണ്? പെപ്സിൻ ആണ്. മറക്കരുത് കേട്ടോ. ഇനി പാൻക്രിയാറ്റിക് എന്ന് തുടങ്ങുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് വേഗം മനസ്സിലാവും. പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. പാൻക്രിയാറ്റിക്കിൽ കാണുന്ന പാൻക്രിയാസ് ഉണ്ടാക്കുന്ന അമിലേസ് എന്ന് പറയുന്ന രാസാഗ്നിയാണ്. അമിലേസ് എന്ന് എവിടെ കേട്ടാലും വേഗം കണക്ട് ചെയ്യാം. ആ എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരം എന്തിനെ കാണിക്കുന്നു? അന്നജം. ഓക്കെ, മാ എന്ന് പറയുന്ന രണ്ടാമത്തെ അക്ഷരം എന്തിനെ കാണിക്കുന്നു? മാൾട്ടോസ്. ഓക്കെ, അപ്പൊ അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആഗ്നേയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയുടെ പേരാണ് പാൻക്രിയാറ്റിക് അമിലേസ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് അതിന് ഇംഗ്ലീഷ് ആണെന്ന് പഠിച്ചാൽ ഈസിയാണ്. അതേപോലെ തന്നെ നമ്മളെ ആഗ്നേയ രസത്തിൽ കാണപ്പെടുന്ന കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നതാണ് ഏത്? ലിപ്പേസ്. അല്ലെ, ലിപ്പേസ്. ലിപ്പേസ് എന്ന് പറയുമ്പോൾ ലിപ്പിഡ് കൊഴുപ്പ് എന്ന് ആലോചിച്ചാൽ ഈസിയാണ്. കൊഴുപ്പിനെ എന്താക്കി മാറ്റാണ്? കൊഴുപ്പിനെ ദഹിപ്പിച്ച് അതിന്റെ ചെറിയ കണികകളായിട്ടുള്ള ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്ന് പറയുന്ന രൂപത്തിലാക്കി മാറ്റും. കൊഴുപ്പിനെ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന കൊഴുപ്പിന്റെ രൂപങ്ങളാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ആ രൂപത്തിലാക്കി മാറ്റുകയാണ് ചെയ്യുക. പക്ഷെ പ്രോട്ടീൻ ഒന്നും ദഹനം പൂർത്തിയായിട്ടില്ല. പ്രോട്ടീന്റെ ദഹനം പൂർത്തിയായാൽ അമിനോ ആസിഡ് ആയിട്ടാണ് മാറുക. ഇവിടെ പക്ഷേ പെപ്റ്റൈഡ് ആയി മാറിയിട്ടുള്ളൂ. ഇനിയും കുറച്ചും കൂടെ ദഹനവും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ പൂർണ്ണമായും ദഹിച്ചാൽ പ്രോട്ടീൻ അവസാനം അമിനോ ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ കൊഴുപ്പ് കംപ്ലീറ്റ് ആയി ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ആയി എന്ന് പറഞ്ഞാൽ കൊഴുപ്പിന്റെ ദഹനം എന്തായി? പൂർത്തിയായി എന്നാണ് അർത്ഥം. അന്നജത്തിന്റെ ദഹനം പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ മാൾട്ടോസ് ആയാൽ പൂർത്തിയായിട്ടില്ല. അന്നജത്തിന്റെ ദഹനം പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ അന്നജം എന്തായിട്ട് മാറണം? ഗ്ലൂക്കോസ് ഒക്കെ ആയിട്ടാണ് മാറേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ വന്നാൽ മറക്കരുത്. ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടെ നോക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കുകയാണ്. ട്രിപ്സിന്റെ ധർമ്മം എന്താണ്? ട്രിപ്സിന്റെ ധർമ്മം എന്താണ്? ഇവിടെ കൊടുത്തതിൽ ഏതാ? ട്രിപ്സ് എന്ന് കേട്ടാലും പെപ്സ് എന്ന് കേട്ടാലും ഒരേപോലെ ഉണ്ട്. പ്രോട്ടീൻ ആലോചിച്ചേക്കുക അല്ലെ. അപ്പൊ പ്രോട്ടീന്റെ ഭാഗമായിട്ട് ഇവിടെ എന്താ പറയേണ്ട ആൻസർ? യെസ്, പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുക അല്ലെ. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുക എന്ന് പറയുന്ന ധർമ്മമാണ് ചെയ്യുക. എവിടെയാണ് കാണുന്നത്? ആഗ്നേയ രസത്തിലാണ് കാണുന്നത്. ആഗ്നേയ രസത്തിലാണ് കാണുന്നത്. മറക്കരുത്. പെപ്സിൻ എവിടെയാണ്? ആമാശയ രസത്തിലാണ് കാണുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിച്ചാൽ നമുക്ക് മാറിപ്പോകുന്ന സാധനമാണ്. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്ന രക്തക്കുഴലിന് പറയുന്ന പേരെന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുക, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാ? അങ്ങനെയല്ലേ അർത്ഥം അല്ലെ? ധമനിയാണോ, സിരയാണോ, ലോമികയാണോ? ഇനി ഇവയൊന്നുമല്ല. അങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തത്. ഇതിൽ ഏതാണ്? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ കൊണ്ടുപോകുന്നത്, പുറത്തേക്ക് സംവഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ വരിക? യെസ്, ഓപ്ഷൻ ബി ആണ്, ധമനി. ഓക്കെ, ധമനിയാണ്. ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ആർട്ടറി എന്നാണ് പറയുന്നത്. ആർട്ടറി അഥവാ ധമനി. സിര എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ വെയിൻ എന്നാണ് പറയുക അല്ലെ. വെയിൻ, സിര, ആർട്ടറി, ധമനിയാണ്. ലോമിക എന്ന് പറഞ്ഞാൽ ക്യാപ്പിലറി എന്ന് പറയാറുണ്ട്. ക്യാപ്പിലറി. ഓക്കെ, അപ്പൊ ഇത് മാറിപ്പോവരുത്. ധമനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് രക്തത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകാം. മഹാധമനി കേട്ടിട്ടില്ലേ? അയോട്ട അഥവാ മഹാധമനി. ഹൃദയത്തിൽ നിന്ന് അവസാനം ശുദ്ധരക്തത്തിനെ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. അപ്പൊ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളല്ലേ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. മഹാധമനിന്റെ ശാഖകളാണ് നമ്മൾ സാധാരണ പറയുന്നത്. ധമനികൾ എന്ന് മാത്രം പറഞ്ഞു ഈ വലിയ മഹാധമനിന്റെ ശാഖകൾക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്ന രക്തക്കുഴൽ ധമനിയാണ്. അപ്പൊ സിര എന്തായിരിക്കും? ഹൃദയത്തിലേക്ക് രക്തത്തിനെ കൊണ്ടുവരിക അല്ലെ. ഹൃദയത്തിലേക്ക് രക്തത്തിനെ കൊണ്ടുവരുന്നത് സിരയാണ്. ഈ ധമനിനെയും സിരേനെയും ബന്ധിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുണ്ട്. അതിന്റെ പേരാണെന്ത്? ലോമിക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം. ധമനി എന്ന് പറയുന്ന ഭാഗം ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഇനി സിര എന്താ? ഹൃദയത്തിലേക്ക് രക്തത്തിനെ സംവഹിക്കുന്നു, ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തു പോകാന്ന് പറയുമ്പോൾ ഹൃദയം നല്ല ഫോഴ്സ് പമ്പ് ചെയ്ത് വിടുകയല്ലേ ചെയ്യുന്നത് അല്ലെ. ഹൃദയത്തിന്റെ അറകള്, വെൻട്രിക്കിളൊക്കെ ചുരുങ്ങുമ്പം രക്തം നല്ല ഫോഴ്സിലാണ് പോകുന്നത്. അതുകൊണ്ട് ധമനി അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവണം അല്ലെ. രക്തം പെട്ടെന്ന് ഇടിച്ചു കയറുന്ന സമയത്ത് ആ രക്തക്കുഴൽ പൊട്ടിപ്പോകും അല്ലെ. അതുകൊണ്ട് തന്നെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് ധമനിയിൽ കൂടെ രക്തം പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് എങ്ങനെയായിരിക്കണം? നല്ല കട്ടി കൂടിയതും ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള ഭിത്തിയാണ് ആർക്ക് വേണ്ടത്? നമ്മളെ ധമനിക്ക് വേണ്ടത്. അല്ലെങ്കിൽ ധമനി പൊട്ടിപ്പോകും. പക്ഷെ സിര എന്ന് പറഞ്ഞാൽ പല ഭാഗത്തുനിന്നും സാവധാനം ഒഴുകി വന്ന് നമ്മളെ ഹൃദയത്തിലേക്ക് രക്തത്തിനെ നിറയ്ക്കുന്നതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. കനം കുറഞ്ഞ ഭിത്തിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലെ. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിരകൾ നോക്കിക്കഴിഞ്ഞാൽ സിരയില് വാൽവുകൾ കാണപ്പെടുന്നു. സിര ഈ രക്തത്തിന് എവിടെയായിട്ട് നമ്മൾ കാണുന്നില്ല. രക്തക്കുഴലിന്റെ ഭാഗമായിട്ട് വാൽവ് കൊടുത്തിട്ടുണ്ട്. വാൽവ് എന്താ? ഒരു ഭാഗത്തേക്ക് ഒഴുകി വരുന്ന രക്തം തിരിച്ചു പോവാതെ അല്ലെ, രക്തത്തിന്റെ തിരിച്ചൊഴുക്കിനെ തടയാൻ സഹായിക്കുന്ന ആളാണിത് വാൽവ്. നല്ല ഫോഴ്സിൽ ധമനിയിൽ കൂടെ രക്തം അങ്ങ് പോകുമ്പോൾ അതങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. സിര എന്ന് പറയുമ്പോൾ അത്യാവശ്യം മെല്ലെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ഇനി തിരിച്ചൊന്ന് ഒഴുകണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അല്ലെ. അതുകൊണ്ട് മെല്ലെ ഒഴുകുന്ന സിരയിലാണ് ആരുള്ളത്? വാൽവ് ഉള്ളത്. നല്ല ഫോഴ്സിൽ രക്തം പോകുമ്പോൾ അടിച്ചു കയറി അങ്ങോട്ട് പോയിക്കോളാം, തിരിച്ചു വരണം എന്ന് ചിന്തിക്കുകയില്ല. അപ്പൊ ധമനിയിൽ എന്തിന്റെ ആവശ്യമില്ല? വാൽവിന്റെ ആവശ്യമില്ല. ഓക്കെ,
ലോമികകൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതായി കൊടുത്ത കാണാം കാപ്പിലറീസ് എന്നാണ് ഇംഗ്ലീഷ് പറയാ. ധമനിയെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ്. ഓക്കെ, അതിനാണ് പറയുന്ന പേരാണ് എന്ത്, ലോമിക. അപ്പൊ വളരെ നേർത്ത കുഞ്ഞായിട്ടുള്ളത് കാരണം അതിലെന്തായാലും മെല്ലെയല്ലേ രക്തം പോവുള്ളൂ, വേഗത്തിലും കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം പോവുള്ളൂ എന്ന് വെച്ചിട്ട് സിരയിലുള്ളത് പോലെ ഇവർക്ക് എന്തില്ല, വാൽവുകൾ ഇല്ല. ആലോചിച്ച് വെക്കുക. ഓക്കെ, സിര മെല്ലെ പോകുന്നെങ്കിൽ വാൽവുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതിനേക്കാളും വളരെ കുഞ്ഞാണിത്. ഇതിൽ വാൽവിന്റെ ആവശ്യമില്ല, വാൽവുകൾ ഇല്ല. ഓക്കെ, ഒറ്റ നിര കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയ വളരെ ചെറിയ കുഞ്ഞു രക്തക്കുഴലിന് പറയുന്ന പേരാണ് ലോമിക. ധമനിയെയും സിരേനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാമെന്ന് വേഗം ശ്രമിച്ചു നോക്കിയേ. താഴെ പറയുന്ന പ്രസ്താവനകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാൽവുകൾ കാണപ്പെടുന്നില്ല, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു. അല്ലെ, അപ്പം വാൽവ് കാണപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ധമനിയെയും ആരെ ആലോചിക്കാം, ലോമികേനെയും ആലോചിക്കാം. രണ്ടിലും വാൽവില്ലാലോ. പക്ഷെ അടുത്ത പോയിന്റിൽ ക്ലിയർ ആക്കണം, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും എന്നാണ്. കുറഞ്ഞ വേഗം മർദ്ദമാകുമ്പം ധമനിയെ നമ്മൾ ഔട്ട് ആക്കണ്ടേ, കാരണം ധമനിയിൽ നല്ല സ്പീഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പിന്നെ ആരെ അവശേഷിക്കുന്ന ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക, ലോമിക. ഓക്കെ, ആൻസർ എന്താണ്? ലോമിക എന്നതാണ് ആൻസർ. റെഡി? ഓപ്ഷൻ സി, ലോമിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? സൂയിസിഡൽ ബാഗ്സ് എന്ന് പറയും അല്ലെ. സൂയിസിഡൽ ബാഗ്സ് അഥവാ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? സെൽ ഓർഗനൽ ഏതാണ്? റൈബോസോം, മൈറ്റോകോൺട്രിയോൺ, ലൈസോസൈം, ലൈസോസോം. ഈ ലൈസോസൈമിനെയും ലൈസോസോമിനെയും കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. കൺഫ്യൂഷൻ ആവാതെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് കൺഫ്യൂഷൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലെ കുളമായി പോയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും ഇവിടെ എന്താ വരിക? ആത്മഹത്യാ സഞ്ചി എന്നാൽ കോശാംഗം എന്ന് ചോദിച്ചാൽ എന്താ വേണ്ടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞാൽ മതി, ലൈസോസോം അല്ലെ. ലൈസോസോം ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരിക. അപ്പം ലൈസോസൈം എന്ന് പറയുമ്പം എന്താ ആലോചിക്കണം എന്ന് എപ്പോഴും പറയുന്നത്, എൻസൈം. ലൈസോസൈം എന്ന് പറയുമ്പോൾ എൻസൈം അല്ലേ, എൻസൈം എന്നല്ലേ അതിന്റെ എൻഡിങ്, എൻസൈം എന്നല്ലേ. എൻസൈം എന്ന് പറയുമ്പോൾ തന്നെ രാസാഗ്നിയാണ് അല്ലെ. രാസാഗ്നി ഏതാന്ന് ചോദിക്കുമ്പോഴാണ് അതാണ് ലൈസോസൈം. കോശാംഗം ചോദിച്ചു കഴിഞ്ഞാൽ ലൈസോസോം ആണ്. ലൈസോസോം എന്ന് പറയുന്ന കോശാംഗത്തിന് നമ്മൾ എന്താ പറയാ, ആത്മഹത്യാ സഞ്ചികൾ അഥവാ സൂയിസിഡൽ ബാഗ്സ് എന്നാണ് പറയാം. രണ്ടിന്റെയും ധർമ്മം തമ്മിൽ ചെറിയൊരു ബന്ധം വേണമെങ്കിൽ നമുക്ക് പറയാം. കോശത്തിനകത്തേക്ക് കയറുന്ന രോഗാണുക്കളൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസോം ആണ് അല്ലെ. പക്ഷെ ഉമിനീരിൽ കൂടെ കണ്ണുനീരിൽ കൂടെയൊക്കെ കയറുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉമിനീരിലും കണ്ണുനീരിലൊക്കെ കാണപ്പെടുന്ന രാസാഗ്നിയാണ് ഏത്, ലൈസോസൈം എന്ന് പറയുന്നത്. എന്തായാലും രോഗാണു നശീകരണമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. പക്ഷെ ലൈസോസോം ഒരു കോശാംഗമാണ്, ലൈസോസൈം എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്, രാസാഗ്നിയാണ്, മാറിപ്പോകരുത്. റൈബോസോം എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ ആലോചിക്കേണ്ടത്? റൈബോസോമിനെ നമ്മൾ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്ന് പറയാറുണ്ട് അല്ലെ. മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്, പ്രോട്ടീൻ ഫാക്ടറി ആണ്. അപ്പം അത് ആലോചിച്ച് വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. മൈറ്റോകോൺട്രിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ എന്താ ഓർമ്മ വരിക? ഊർജ നിലയം അല്ലെ, ഊർജ നിർമ്മാണമാണ്. പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ആളാണ് ഇത് നമ്മളെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ. റെഡി? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഒരു കോശാംഗം ഏതാണ് അല്ലെ ജന്തുകോശത്തിൽ? ഈ തന്ന ഓപ്ഷൻ നമ്മുടെ ജന്തുകോശത്തിൽ മാത്രം ആരെയാ സെലക്ട് ചെയ്യാം? റൈബോസോം ആണോ, മൈറ്റോകോൺട്രിയോൺ ആണോ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ, ലൈസോസോം ആണോ? ലൈസോസോം തന്നെയാണോ? ഏതാണ്? ഇവിടെയും ആൻസർ എന്തെങ്കിലും വരിക, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ഏത്, ലൈസോസോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലൈസോസോം അത് കോശാംഗമാണല്ലോ, ആത്മഹത്യാ സഞ്ചി എന്ന് പറയുന്ന ആള്. റൈബോസോം എന്ന് പറഞ്ഞാൽ സസ്യകോശത്തിലും കാണാം, ജന്തുകോശത്തിലും കാണാം, അതേപോലെ എവിടെയൊക്കെ കാണാം എന്ന് പറഞ്ഞാൽ യൂക്യാരിയോട്ട് കോശങ്ങളിലെല്ലാം കാണാം. എന്ന് വെച്ചാൽ അതിൽ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ഈവൻ പ്രോക്യാരിയോട്ട് കോശത്തിൽ പോലും കാണുന്നതാണ്. സാധാരണ ഒരു മർമ്മമൊന്നുമില്ലാത്ത ബാക്ടീരിയ പോലെയുള്ള കോശങ്ങളിൽ പോലും കാണപ്പെടുന്ന കോശാംഗമാണ് ഇത്, റൈബോസോം എന്ന് പറഞ്ഞാൽ അല്ലെ. കാരണം അത്രയും യൂക്യാരിയോട്ടിലും പ്രോക്യാരിയോട്ടിലും ഒക്കെ കാണപ്പെടുന്ന ഒരേ ഒരു കോശാംഗമാണ് ഏത്, റൈബോസോം. ഓക്കെ, കാരണം സ്ഥരാവരണം ഇല്ലാത്ത ഒരു കോശാംഗമാണ് ഏത്, റൈബോസോം. അതുകൊണ്ടാണ് അവർക്ക് എല്ലാ കോശങ്ങളിലും കാണാൻ പറ്റുന്നത്. മൈറ്റോകോൺട്രിയനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, ഊർജ്ജ നിലയം എന്നാണ് പറയുന്നത്. അതാണെങ്കിലും സസ്യകോശത്തിലും ജന്തുകോശത്തിലെല്ലാം കാണാം. എന്ന് പറഞ്ഞാൽ യൂക്യാരിയോട്ട് കോശങ്ങളിൽ എല്ലാം കാണുന്നത് തന്നെയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാലും യൂക്യാരിയോട്ട് കോശങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന കോശാംഗമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മറ്റൊരു പേര് പഠിച്ചു വെച്ചേക്കുക, അന്തർദ്രവ്യജാലിക എന്നാണ് പറയാറ് അല്ലെ. ആ ഒരു പേര് പഠിക്കണം. കോശത്തിനകത്തുള്ള
സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ്. അതേപോലെ തന്നെ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് കോശത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു ട്യൂബ് പോലെ വളഞ്ഞ് മർമ്മത്തിനോട് ചേർന്നാ നിൽക്കുക. അപ്പൊ അതുള്ളത് കാരണം കോശത്തിനൊരു ദൃഢത അല്ലെ ഉറപ്പൊക്കെ കൊടുക്കുന്നത് കാരണം കോശാസ്ഥികൂടം, നമ്മുടെ ശരീരത്തിൽ അസ്ഥി നമുക്ക് ഉറപ്പും ദൃഢതയൊക്കെ തരൂലേ, അതേപോലെ കോശത്തിനൊരു സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ഇത് കോശാസ്ഥികൂടം അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് നമ്മൾ പറയുന്ന നമ്മൾ അന്തർദ്രവ്യ ജാലിക, എല്ലാ പേരും കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാ? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് ചോദിക്കാം. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻ ഫാക്ടറി എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്? മാംസം എവിടെ കേട്ടാലും ഒരാളെ മെയിൻ ഫംഗ്ഷൻ ആണ് റൈബോസോം ആണെന്ത്? മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇവിടെ ഓപ്ഷൻ നമുക്ക് പരിചയം ഇല്ലാത്തന്നല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഇല്ലാത്തൊരു പുതിയൊരു ഓപ്ഷൻ കാണാം. ഓപ്ഷൻ സിയിൽ ആരാളെ? സെൻട്രോസോം. ഓക്കെ, സെൻട്രോസോം എന്ന് പറയുന്ന ഒരാളെ കാണാം. സെൻട്രോസോം എന്ന് പറയുമ്പം ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കണം അല്ലെ. കാരണം ജന്തുകോശത്തിൽ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ്, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ലൈസോസോം എന്ന് പഠിച്ചു. അതേപോലെ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു കോശാംഗമാണ് ഏത്? സെൻട്രോസോം. ഓക്കെ, എന്താണ് സെൻട്രോസോം എന്ന് പറയുന്നത്? ഇനി ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, ഇവിടെ എന്താന്നുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് കോശാംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. അപ്പൊ നമ്മളെ മൈൻഡിലേക്ക് ലൈസോസോമും സെൻട്രോസോമും എല്ലാം വരണം അല്ലെ, എല്ലാം വരണം. അടുത്ത പോയിന്റ് നോക്കുക. കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്ന് പറയുന്ന സമയത്ത് അതാരെ ഫംഗ്ഷൻ ആണ്? അതാണ് നമ്മളെ സെൻട്രോസോമിന്റെ കാര്യം അല്ലെ. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നു, ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ കോശത്തിനകത്ത് കയറുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ലൈസോസോമിനെ തേടി പോവാം. ഇതെങ്ങനെയാണ്? കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? സെൻട്രോസോം ആണ്. ഓക്കെ, അപ്പം കോശ വിഭജന സമയത്ത് കീലതന്തുക്കൾ അഥവാ നമ്മൾ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന നാരുകൾ പോലുള്ള ഭാഗങ്ങൾ വരും അല്ലെ. ക്രോമസോമിനെ രണ്ട് ഭാഗത്തേക്കും പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കീലതന്തുക്കൾ വരും. അപ്പൊ ആ കീലതന്തുക്കൾ അഥവാ സ്പിൻഡിൽ ഫൈബർ എന്ന് പറയുന്ന നാരുകളെ രൂപീകരിച്ച് കോശ വിഭജന സമയത്ത് സഹായിക്കുന്ന കോശാംഗമാണേത്? സെൻട്രോസോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു സെൻട്രോസോം എന്ന് പറഞ്ഞാൽ അതില് 2 സെൻട്രിയോളുകൾ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഒരു സെൻട്രോസോം എന്ന് പറഞ്ഞാൽ 2 സെൻട്രിയോളുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നതാണ് എന്നും കൂടെ ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ ചില സമയത്ത് നമ്മൾ സെൻട്രോസോം എന്ന് കേൾക്കാം, ചിലപ്പോൾ സെൻട്രിയോൾ എന്നുള്ള വാക്ക് കേൾക്കാം. രണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ 2 സെൻട്രിയോൾ ഉണ്ട്, 2 സെൻട്രിയോൾ. ഒരെണ്ണം ഇങ്ങനെയാണെങ്കിൽ ഒന്ന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് ഇങ്ങനെയാണ് നിൽക്കുക. ഇത് രണ്ടാളും കൂടെ ചേരുന്ന സമയത്ത് നമ്മൾ സെൻട്രോസോം എന്ന് പറയുന്നു. ഇതിൽ ഓരോരുത്തരെയും നമ്മൾ എന്ത് പറയുന്നു? സെൻട്രിയോൾ എന്നാണ് പറയാം. എന്ന് വെച്ചാൽ ഒരു സെൻട്രോസോമിൽ 2 സെൻട്രിയോളുകൾ കാണപ്പെടുന്നു. ഓക്കെ, റെഡി? അപ്പൊ കോശ വിഭജന സമയത്ത് ഈ സെൻട്രോസോം വിഭജിച്ച് 2 സെൻട്രിയോൾ എന്ന് പറയുന്ന കഷ്ണങ്ങളായിട്ട് മാറും. എന്നിട്ട് കോശത്തിന്റെ 2 ഭാഗങ്ങളിലേക്കും പോയിട്ട് അവിടെ നിന്നാണ് ഈ നാരുകളൊക്കെ ഉണ്ടാക്കുക, കീലതന്തുക്കളൊക്കെ രൂപീകരിക്കാൻ സഹായിക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിൽ പോവാം. അതിന്റെ മുൻപേ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ SCERT ടെക്സ്റ്റ് തന്നെയുള്ള ഫാക്ട് ആണ്. റൈബോസോമിനെ കൊടുത്തിട്ടുണ്ട്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഈ റൈബോസോം എന്ന് പറയുന്ന ചെറിയ തരി പോലെ കാണപ്പെടുന്ന കോശാംഗമാണ്. അതുകൊണ്ട് തന്നെ അതും സ്തരാവരണം ഇല്ലാത്ത കോശാംഗമാണ്. നമ്മൾ പറഞ്ഞല്ലേ, സ്തരാവരണം ഇല്ലാത്ത ഒരു കോശാംഗമാണ് ഏത്? നമ്മുടെ റൈബോസോം എന്ന് പറഞ്ഞാല്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിലൊക്കെ പറ്റിച്ചേർന്ന് കാണുന്നതും ഈ റൈബോസോമിനെ കാണാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നമ്മൾ കോശദ്രവ്യത്തിൽ നിൽക്കുന്നതുമായിട്ടും ആരെ കാണാം? ഈ റൈബോസോമിനെ കാണാം. അതേപോലെ സെൻട്രോസോമിനെ പറ്റി പറയുന്ന സമയത്ത് ലൈസോസോം പോലെ തന്നെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണെന്ത്? സെൻട്രോസോം എന്ന് പറഞ്ഞാൽ കോശ വിഭജന സമയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ്, കീലതന്തുക്കളെ രൂപീകരണത്തിന് സഹായിക്കുന്നതാണ്. ഓക്കെ, സെൻട്രോസോമിന്റെ കേസിൽ നമ്മൾ ഓർമ്മിച്ച് വെച്ചേക്കണം, സ്തരാവരണം ഇല്ലാത്ത ഒരു കോശാംഗം തന്നെയാണ് ഏത്? സെൻട്രോസോം എന്ന് പറഞ്ഞ റൈബോസോമിനെ പോലെ. പക്ഷേ ഇവര് യൂക്കാരിയോട്ടിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. റൈബോസോമിനെ പോലെ പ്രോക്യാരിയോട്ടിലും യൂക്കാരിയോട്ടിലും ഒന്നും കാണപ്പെടുന്നില്ല. ഓക്കെ, യെസ്. അപ്പം ഇവിടെ റൈബോസോം ആണ് പ്രോക്യാരിയോട്ടിലും യൂക്കാരിയോട്ടിലും കാണപ്പെടുന്നവര്. സെൻട്രോസോമിന് സ്തരാവരണം ഇല്ല, പക്ഷെ അതെവിടെ മാത്രമേ കാണൂ? യൂക്കാരിയോട്ടിലാണ് നമുക്ക് കാണാൻ പറ്റും. കോശ വിഭജനത്തിലൊക്കെ സഹായിക്കാനാണ് അവർ പോകുന്നത്. റെഡി? ഓക്കെ, യെസ്, ക്ലിയർ.
ലൈസോസോമിനെ പറ്റിയുള്ള നോട്ട്സ് വേണമെങ്കിൽ ഇവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കാം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഡൈജസ്റ്റീവ് എൻസൈം അടങ്ങിയിരിക്കുന്നു അല്ലെ, ജന്തുകോശത്തിൽ കാണപ്പെടുന്നു എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കാം. ഇവിടെയും ഉണ്ട് ജന്തുകോശത്തിൽ കാണപ്പെടുന്നതാണ് എന്നതാ ഈ ഒരു പോയിന്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഒരാൾ ആരാണ്? സെൻട്രോസോം. ഓക്കെ, ജന്തുകോശത്തിനുള്ളിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു കോശാംഗം ഏതാണ്? ലൈസോസോം. ഓക്കെ, ലൈസോസോമിനെ ആത്മഹത്യാ സഞ്ചി എന്നാണ് വിളിക്കുന്നത്. സെൻട്രോസോം ആണെങ്കിലോ കോശ വിഭജന സമയത്താണ് നമ്മളെ സഹായിക്കുന്നത്, കോശത്തിനെ സഹായിക്കുന്നത്. റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്യാരിയോട്ടിലും യൂക്യാരിയോട്ടിലും എല്ലാതരം കോശങ്ങളിലും കാണപ്പെടുന്ന മാംസ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ഇത് നമ്മളെ റൈബോസോം. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഉമിനീരിലെ രാസാഗ്നി ഏതാണ്? ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലെ, ഉമിനീര്, കണ്ണുനീര് എന്നൊക്കെ പറഞ്ഞ ഇനി രാസാഗ്നിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആവരുത്. ഏതേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ? ലൈസോസൈം ആണ് സെലക്ട് ചെയ്യേണ്ടത്. ലൈസോസൈം ആണ്. ലൈസോസോം കോശാംഗാണ്. നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞ രീതിക്ക് ഞങ്ങൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈസോസൈം ആണ്. രാസാഗ്നി, എൻസൈം അല്ലെ, എൻസൈം, ലൈസോസൈം. അങ്ങനെയാണ് ഓർത്ത് വെച്ചാൽ പോരെ അല്ലെ? റെഡി അല്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന നമ്മളെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാ? ഉമിനീര് ചോദിച്ചാലും കണ്ണുനീര് ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ രോഗാണു നശിപ്പിക്കുക എന്ന് പറയുന്ന പണി ചെയ്യുമ്പോൾ എൻസൈം ഏതാ എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ. ഏത് തന്നെയാണ്? ലൈസോസൈം തന്നെയാണ് എന്ത് ആൻസർ. ഓക്കെ, യെസ്. അതിവിടെ നമ്മളെ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ശരീര സ്രവങ്ങളും പ്രതിരോധവും എന്ന് പറഞ്ഞുകൊണ്ട് 10ാം ക്ലാസ്സിന്റെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു ചിത്രമാണ്. അപ്പൊ ഇതിൽ കൃത്യമായി കൊടുത്തു കാണാം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഏതാണ്? ലൈസോസൈം അല്ലെ, കണ്ണുനീരിൽ ലൈസോസൈം ഉണ്ട്. അതേപോലെ ഉമിനീരിൽ ലൈസോസൈം ഉണ്ട്. എവിടെയായാലും ധർമ്മം എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുക, ഉള്ളിൽ കയറാൻ പോകുന്ന രോഗാണുക്കളെ നശിപ്പിക്കുക. അതേപോലെ നമ്മുടെ മൂത്രത്തിലും എന്തുണ്ട്? ലൈസോസൈം ഉണ്ട്. മൂത്രം ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ആ ഭാഗങ്ങളിലുള്ള രോഗാണുക്കളെ നശിപ്പിച്ചുകൊണ്ടാണ് എന്ത് പുറത്തു പോകുന്നത് അല്ലെ. അപ്പം അവിടെയുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ മൂത്രത്തിലെ ലൈസോസൈം എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. റിലേറ്റഡ് ആയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരേപോലെ തോന്നുന്ന പക്ഷേ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉള്ള കുറച്ച് ഫാക്റ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് ഇതേപോലെ ആൻസർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി കാണും. അതേപോലെ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.